ഫ്രണ്ടിൻ്റെ കല്യാണം കഴിഞ്ഞ് നേരെ വന്നത് എൻ്റെ കസിൻ്റെ വീട്ടിലേക്കാട്ടോ. ഇന്ന് എൻ്റെ കസിൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. അതുകൊണ്ടാണ് വേഗം ഫ്രണ്ടിൻ്റെ കല്യാണം കഴിഞ്ഞ് വേഗം ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ. ഓളാണെങ്കിൽ ഭയങ്കര ടെൻഷനിലാണ് കേട്ടോ. ഓളാകെ പരുങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇതാ ചെക്കൻ്റെ വീട്ടുകാരൊക്കെ വന്നിട്ടോ. അങ്ങനെ ഇതാ ഓര് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഓക്ക് കൊടുക്കുന്ന വീഡിയോസൊക്കെ എടുക്കുന്നു കേട്ടോ. എനിക്കിപ്പോൾ അല്ല ചെയ്യാൻ കഴിയുള്ളൂ, വേറൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. ഓര് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി ഒരു സ്ഥലത്ത് വെച്ചിട്ട് അത് കുറച്ചേറെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തിട്ട് അപ്പോഴും ഞാൻ ഓളെ ടെൻഷനോളം മുഖത്ത് തീരെ പോയിട്ടില്ല. അതൊക്കെ കണ്ടിട്ട് എനിക്കാകെ ചിരി വന്ന് ഞാൻ നേരെ പോയത് ഫുഡിൻ്റെ കാര്യത്തിലേക്കാട്ടോ. ഇതൊക്കെ എടുത്തു വെക്കാന്നുള്ള പേരിൽ ഞാൻ അതിനെടുത്ത് തിന്നാന്ന് വിചാരിച്ച് പോയതാ, തൊടാൻ കൂടി കഴിഞ്ഞില്ല. അങ്ങനെ ആദ്യം ചെക്കൻ്റെ വീട്ടുകാരൊക്കെ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. നമ്മളെ കൂട്ടാണ്ട് ഒരാൾ ഫുഡ് കഴിക്കാനും പോയി. പിന്നെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ, ഓളെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരുണ്ടല്ലോ കൂടെ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാനും ഫുഡ് കഴിക്കാനിരുന്നിട്ട് നമ്മൾ ആവശ്യത്തിലധികം വേണ്ടതൊക്കെ എടുത്ത് തിന്നണേ. അങ്ങനെ ചെക്കൻ്റെ വീട്ടുകാരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളെന്നും പോണ ഒരു സ്പോട്ടുണ്ട്, ഞങ്ങളുടെ നാട്ടിലുള്ള സ്പോട്ട്. അങ്ങോട്ട്